ഈ തവണ ബിഗ് ബോസ് വിജയിക്കാൻ സാധ്യത രേണുസുതിയാണ്. രേണുസുതി ഒരിക്കൽ ഞാൻ പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ട്. അവരെ കുറിച്ച് കുറേ ആരോപണം പറയുന്നുണ്ട്. അത് എത്രമാത്രം ജെന്യുവാണെന്ന് എനിക്കറിയില്ല. പിന്നെ ശാരിക എന്നെ മയത്തിന് നല്ല ഇൻ്റർവ്യൂ ആളാണ്. ശാരിക വളരെ ബോൾഡാണ്. പക്ഷേ ഇത് വിരോധാഭാസം പറഞ്ഞാൽ ശാരിക ഇത് പറയുന്നുണ്ട് ബിഗ് ബോസിൽ വന്ന് താല്പര്യമില്ല. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് കോൺട്രഡിക്ഷനാണ്. രേണുസുതിക്ക് നല്ല ചാൻസ് ഉണ്ട്. ഈ തവണ പെരേര കയറുകയും വിചാരിച്ചാണ്. പെരേര ചിലപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറാൻ സാധ്യതയുണ്ട്. രേണുസുതി ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. ആളുകൾക്ക് രേണുസുതിയോട് അസൂയ ചെയ്യാൻ തോന്നി. ഇപ്പോൾ അവരുടെ ടൈമാണ്. ഒരാൾ സ്മാർട്ടാണ്, പിടിച്ച് ജീവിക്കാൻ അറിയാം. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വെച്ചിട്ട് പറഞ്ഞ് അഭിനയിക്കാൻ പാടില്ല, വേറെ ജോലിക്ക് പോകാൻ വേറെ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യമാണ്. എനിക്ക് വേറെ ആൾക്കാർ പിന്നെ അപ്പാനി സ്ഥലത്തുണ്ട്. പിന്നെ അധികം പേരൊന്നും വെല്ലുവിളിയില്ല. ശാരിക വളരെ ഒരു ഇൻ്റർവ്യൂ ചെയ്താണ്, വളരെ ബോൾഡായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്. ഇതിലാവട്ടെ, എല്ലാവരും നന്നായി പോട്ടെ. പെരേരയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി കിട്ടട്ടെ. ലാലേട്ടൻ നന്നായിട്ട് പോട്ടെ. രേണുസുതി ചാമ്പ്യൻ, രേണുസുതിയോ ശാരികയോ മെയിൻ ആളാവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നടക്കട്ടെ. രേണുസുതി അല്ലെങ്കിൽ ശാരിക.